Hi students, today our topic financial elements and its recognition. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഒരു ഐറ്റം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ആൻഡ് ഓൾസോ ഇറ്റ്സ് റെക്കഗ്നീഷൻ. ഒരു ഫേമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയാണ് നമ്മൾ ഇൻഫോർമേഷൻ അത് ആർക്കൊക്കെയാണോ വേണ്ടത് അവർക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട്സ് ഓഫ് ദി എൻറ്റിറ്റി ദാറ്റ് പ്രൊവൈഡ് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അറ്റ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ടു ബി യൂസ്ഡ് ബൈ മെനി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആണ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടത്. ആരൊക്കെയാണ് അവർ? മാനേജ്മെൻറ്റ് ആവാം, എംപ്ലോയീസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്കേഴ്സ് അല്ലേ, ആൻഡ് ഓൾ അതർ റിലേറ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് ആ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് അല്ലേ, ഒരു മെത്തേഡാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് കൊണ്ട് ആ ഇൻഫോർമേഷനിലൂടെ കമ്പനിയുടെ ഇമേജാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അത്രയും ആക്യുറേറ്റ് ആയുള്ള ഇൻഫോർമേഷൻ ആവണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. അതിന് നമ്മൾ ഈ IFRSൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദി ഫേം. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, വിലയിരുത്താൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റാണ്. ആൻഡ് ദി സെക്കൻഡ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കാണിക്കുന്നതിന് മറ്റൊരു പേര് വിളിക്കും നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള പേരല്ല നമ്മളിപ്പോൾ ജനറലി IFRS അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദി തേർഡ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ആൻഡ് ഫോർത്ത് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ആൻഡ് ദി ഫിഫ്ത്ത് വൺ, നോട്ടഡ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ കമ്പനി മാൻഡേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 5 സ്റ്റേറ്റ്മെൻറ്റ്സിനെ താങ്ങുന്ന അല്ലെങ്കിൽ അതിനെ ബേസിക് ആയിട്ടുള്ള ചില എലമെൻസുകളുണ്ട്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ചില എലമെൻസുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ എലമെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഹെഡിങ് എന്താണ്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, so what is the meaning of financial elements? These are the main important area of conceptual framework. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണിത്. ആൻഡ് അതിൽ വരുന്ന കുറച്ച് എലമെൻറ്റ്സ്, സം എലമെൻറ്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി മെഷർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സിൽ ഒരു പകുതി ഭാഗവും അതിനെ ഫിനാൻഷ്യൽ പൊസിഷനെ, ബാലൻസ് ഷീറ്റുമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. ചില എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള പോർഷൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് കാണുന്നത്. ഹിയർ ദി ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആർ ടു ടൈപ്സ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ വരുന്ന ചില എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ബാക്കിയുള്ള പോർഷൻ ദ അതർ സം എലമെൻറ്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഫിനാൻഷ്യൽ എലമെൻറ്റ്സിനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അണ്ടർലൈൻ ചെയ്യുന്ന പോലെയാണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അവർ പറയുന്നത് 10
ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ആ 10 5 ബാലൻസ് ഷീറ്റ് ആയിട്ടുള്ളതും 5 ഇൻകം സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ബട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പറയുന്നത് ആകെ 5 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആർ ദർ. 5 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ 3 ബാലൻസ് ഷീറ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. 2 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. സോ IASB ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. IASB പറയുന്ന ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് 5 അപ്പോൾ IASB ഈ 5 ഫിനാൻഷ്യൽ എലമെൻറ്റ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 എലമെൻറ്റ്സ് ബാലൻസ് ഷീറ്റും 2 എലമെൻറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ 3 എലമെൻറ്റ്സ് ബാലൻസ് ഷീറ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി. ഈ 3 ബാലൻസ് ഷീറ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത 2 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന 2 ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സിനെ IASB ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം IFRS ക്രിയേറ്റ് ചെയ്യുന്നവരാണ് IASB. അപ്പോൾ IFRSൻ്റെ കൺവേർജൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആരുടെയാണ്? IASBയുടെ പ്രിൻസിപ്പിൾസ് ആണ്. സോ ആസ് പെർ ദി ഗൈഡ്ലൈൻസ് ഓഫ് IASB there are 5 financial elements. The 3 elements that is related to balance sheet, other 2 elements that is related to income statement. The 3 elements related to balance sheet that are assets, liabilities and equity. Then 2 financial elements which are related to income statements that are income and expenses. Here there is a detailed explanation. The above financial statements build up by 5 key elements of financial statements. For example, there are 3 main elements in the balance sheet that are assets, liabilities and equity. In the income statement, there are 2 key elements contained. What are they? Revenue and expense. Revenue means income and expenses. All of these elements are clearly defined and explained in the IASB's framework. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് ആര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനീഷനും അതിൻ്റെ റെക്കഗ്നീഷനുമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. So please note the 5 elements are assets, liabilities, equities. These are related to balance sheet, and other elements are revenue means income, revenue and expense. These 2 elements related to income statement. അപ്പോൾ 5 elements ആണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നോട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, എങ്ങനെയാണ് IFRSുമായിട്ട് കൺവേർജൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അവിടെ എങ്ങനെയാണ് ആ യൂണിഫോമിറ്റി വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഓരോ എലമെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പറയുന്നത്. ഫസ്റ്റ് വി ഡിസ്കസ് ദ ഡെഫിനീഷൻ ഓഫ് അസറ്റ്സ് ആസ് പെർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൽ അസറ്റിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദ ഒഫീഷ്യൽ ഡെഫിനേഷൻ ഓഫ് അസറ്റ്സ് ആർ ഡിഫൈൻഡ് ബൈ IASB's framework for preparation and presentation of financial statements are the resources controlled by the entity as the result of past events and from which the future economic benefits are expected to flow the entity. ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? that are controlled by the entity. അത് റിസോഴ്സസ് ആണ് അല്ലേ. അസറ്റ്സ് ആർ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ എൻറ്റിറ്റിയുടെ കൺട്രോളിൽ വരുന്ന റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിൻ്റെ പ്രത്യേകത എന്താ? വിച്ച് ദ ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ദി എൻറ്റിറ്റിയിലേക്ക്, അതായത് ഫേമിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് കൊണ്ടുവരാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ ഈ പറയുന്ന അസറ്റ്സ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് റിസീവബിൾസ് ആണ്. അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഫ്യൂച്ചറിൽ കമ്പനിക്ക് എന്ത് കൊണ്ടുവരും? എക്കണോമിക് ബെനഫിറ്റ്സ് കൊണ്ടുവരും. ക്യാഷ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതേ റിസോഴ്സ് ആണ് അല്ലേ, കമ്പനിയുടെ ഒരു ഫേമിൻ്റെ റിസോഴ്സ് ആണ്. ദാറ്റ് ആ ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ദി എൻറ്റിറ്റി. കമ്പനിയിലേക്ക് വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ് ആയിട്ടാണ് നമ്മൾ ഏതിനെ ട്രീറ്റ് ചെയ്യുന്നത്? അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലയബിലിറ്റീസ് ആണ്. എന്താണ് ലയബിലിറ്റീസ് എന്നാണ് IASBൻ്റെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസറ്റ്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ
അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡെഫിനേഷനാണിത്. ഔട്ട്ഫ്ലോ എന്ന് നമുക്ക് പറയാം അല്ലേ. ദ ഒഫീഷ്യൽ ഡെഫിനേഷൻ ഓഫ് ലയബിലിറ്റീസ് ഡിഫൈൻഡ് ബൈ IASB's ഫ്രെയിംവർക്ക് ഫോർ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദി പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് അറൈസിങ് ഫ്രം ദി പാസ്റ്റ് ഇവൻറ്റ്സ്. അപ്പോൾ പ്രസൻറ്റ് ഒബ്ലിഗേഷൻസ് ആണ്, അതായത് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ഇതിനെയാണ്, ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദ സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് is expected to result in an outflow from entity resources embedding the economic benefit. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഔട്ട്ഫ്ലോ ആണ്. ജനറലി പറയുകയാണെങ്കിൽ ഒബ്ലിഗേഷൻസ് അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്, നമുക്ക് കൊടുത്തു തീർക്കാനുള്ള അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഔട്ട്ഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ ആകുന്ന കേസുകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ തേർഡ് എലമെൻറ്റ് in the balance sheet, that is equity. ഇപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ കാണിക്കുന്ന മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി ഈസ് ഒഫീഷ്യലി ഡിഫൈൻഡ് ബൈ IASB's ഫ്രെയിംവർക്ക് ഫോർ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ദ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദി അസറ്റ്സ് ഓഫ് ദി എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഇറ്റ്സ് ലയബിലിറ്റി. ജനറലി അതായത് അസറ്റ്സും ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യെസ്, ഇക്വിറ്റി എന്ന് പറയുന്ന പോർഷൻ കിട്ടുന്നത്. സോ ദർ ഇസ് ആൻ ഇക്വേഷൻ, ഇക്വിറ്റി ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. അപ്പം 3 എലമെൻറ്റ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? അസറ്റ്സ് എന്നാണ് ആദ്യത്തെ എലമെൻറ്റ്. അസറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് കൊണ്ടുവരുന്ന ഇൻഫ്ലോ ആണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അനദർ വൺ ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻസ് ആണ്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അല്ലേ, ദാറ്റ് ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ദി കമ്പനി. ആൻഡ് അനദർ വൺ ഇക്വിറ്റി. ഇക്വിറ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ്, ദാറ്റ് ഈസ് ദ റെസിജ്വൽ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി ലയബിലിറ്റീസ്. അപ്പോൾ അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇക്വിറ്റി കിട്ടുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പറയും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇക്വിറ്റി is the ordinary share capital and it includes retained earnings. ഇക്വിറ്റിയിൽ നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സും കൂടി കാണിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഇക്വിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. ക്ലിയർ? The amount of equity that depends on the increase or decrease of difference between asset and liability. അസറ്റ് ആൻഡ് ലയബിലിറ്റീൻ്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതിൻ്റെ എത്ര ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, എത്ര ലയബിലിറ്റി ഡിക്രീസ് വന്നിട്ടുണ്ട്. സോ ആ അസറ്റിൻ്റെ ലയബിലിറ്റീൻ്റെ എമൗണ്ടിൻ്റെ ബേസിലായിരിക്കും ഇക്വിറ്റീൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇക്വിറ്റി എന്ന് പറയുന്നത് ഏത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്? അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്നുള്ളത് IASB എന്ത് ചെയ്യുന്നുണ്ട്? ഒഫീഷ്യലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്ന എലമെൻറ്റ്സ് ആണ് റവന്യൂ ആൻഡ് എക്സ്പെൻസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ആണ് അല്ലേ. ദ ഒഫീഷ്യൽ ഡെഫിനേഷൻ ഓഫ് റവന്യൂസ് ഡിഫൈൻഡ് ബൈ IASB's ഫ്രെയിംവർക്ക് ഫോർ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ. പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും വേണ്ടി IASB ഒഫീഷ്യലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിന്? റവന്യൂ എന്ന് പറയുന്ന ടേം. എന്താണ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ increase in the economic benefits during the accounting period in the form of inflow. ഓക്കെ, അതായത് കമ്പനിയുടെ ഇൻഫ്ലോയിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡിൽ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ എക്കണോമിക് ബെനഫിറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഫ്ലോ കൂടിയിട്ടുണ്ടെങ്കിൽ, ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യാം, ഓർ ഡിക്രീസ് ഓഫ് ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. ഓക്കെ, ഇക്വിറ്റി കൂടുന്നതിനനുസരിച്ച് ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതർ ദാൻ ദോസ് റിലേറ്റിംഗ് ടു കോൺട്രിബ്യൂഷൻ ഫ്രം ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂഷന് പുറമെ മറ്റേതെങ്കിലും തരത്തിൽ ഇക്വിറ്റി കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് മേ ബി ദ ഇൻക്രീസ് ഇൻ ദി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, അതല്ലെങ്കിൽ കമ്പനിയിൽ ഇൻഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുക അല്ലേ, അതല്ലെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുക.
ഈ പറയുന്ന കേസിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസറ്റ് കൂടുക എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ കൂടുക എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണത്? റവന്യൂ എന്ന് തന്നെയാണ് പറയുന്നത്. റവന്യൂ മീൻസ് ദാറ്റ് ഈസ് ദ ഇൻകം ഓഫ് ദി ഓർഗനൈസേഷൻ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു കമ്പനിക്ക് സെയിൽസ് നടത്തുമ്പോഴാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ ആൻ എക്സാമ്പിൾ ഓഫ് റവന്യൂ ഈസ് സെയിൽസ് റവന്യൂസ് ഫ്രം സെല്ലിംഗ് ഗുഡ്സ് ഓർ റെൻറ്ററിങ് സർവീസസ്, ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് എ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് ഇൻഫ്ലോ വരികയാണ്, അല്ലേ? ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഇൻഫ്ലോ വരുന്നുണ്ട്. ദെൻ ഏതെങ്കിലും തരത്തിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ കമ്പനിക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുമ്പോൾ അത് ഇൻഫ്ലോ ആണ്. അതേപോലെ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഡിവിഡൻറ്റ് കിട്ടിയാൽ അത് ഇൻകമാണ്. ഇതൊക്കെ ഇൻഫ്ലോ ആണ്. സോ അതെല്ലാം കമ്പനിയുടെ റവന്യൂ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദി എക്കണോമിക് ബെനിഫിറ്റ്സ് ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? റവന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യാം. എക്സ്പെൻസസ് എന്ന് പറയുന്ന ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ എലമെൻ്റ് ആണ്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നതാണ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ റവന്യൂവിൽ പറഞ്ഞ അതേ ഡെഫിനേഷൻ്റെ ഓപ്പോസിറ്റ് ഡെഫിനേഷനാണ് വരിക. ഇവിടെ എന്താ വരുന്നത്? ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനഫിറ്റ്സ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ് ഇൻ ദി ഫോം ഓഫ് ഔട്ട്ഫ്ലോ. ഒന്നെങ്കിൽ ഔട്ട്ഫ്ലോ ആയിട്ട്, അല്ലേ? ക്യാഷ് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഇൻകർ ചെയ്യുന്നതിനാണ്, ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ എക്സ്പെൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓർ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്, അസറ്റ്സിൽ തേയ്മാന ചെലവുകൾ വരാം. ദാറ്റ് മീൻസ് കുറവ് വരാം, അസറ്റിൻ്റെ വാല്യൂ കുറയാം. ഓർ ഇൻകേർഡ് ഓഫ് ലയബിലിറ്റി, ഏതെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റീസ്, ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കാം. ദാറ്റ് റിസൾട്ട് ഇൻ ദി ഡിക്രീസ് ഇൻ ഇക്വിറ്റി, ഇക്വിറ്റി കുറഞ്ഞതുകൊണ്ട് ലയബിലിറ്റിയിൽ ഇൻക്രീസ് വരാം, അല്ലേ? അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ അത് എക്സ്പെൻസ് എന്ന് തന്നെയാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ഹിയർ ദർ ഈസ് ആൻ ഔട്ട്ഫ്ലോ ഓഫ് ദി ക്യാഷ് ഔട്ട്ഫ്ലോ ആണിത്. ഇപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? ഒന്ന്, ഡിക്രീസ് ഇൻ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ്, കമ്പനിയുടെ എക്കണോമിക് ബെനിഫിറ്റ്സ് കുറഞ്ഞാൽ അത് ലയബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഔട്ട്ഫ്ലോ, അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, ഓക്കെ, അതല്ലെങ്കിൽ ഇൻകേർഡ് ഓഫ് ലയബിലിറ്റീസ്, ഇതെല്ലാം എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്നോ എന്ന് പറയാം. ഔട്ട്ഫ്ലോ ആണ് മെയിനായിട്ട് ഇതിൽ ഡെഫിനേഷനിൽ നമ്മൾ കാണിക്കുന്നത്. The above are the 5 main financial statements that you could find in the income statement and balance sheet. അല്ലേ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ബാലൻസ് ഷീറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? അസറ്റ്സ് ആർ റിസോഴ്സസ് ഓൺ ബൈ ദി എൻറ്റിറ്റി, എൻറ്റിറ്റിയുടെ റിസോഴ്സസ് ആണ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. ലയബിലിറ്റീസ് ആർ ആൻ ഒബ്ലിഗേഷൻ, കമ്പനിയുടെ ഒബ്ലിഗേഷൻസിനെയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇക്വിറ്റീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി, അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇക്വിറ്റി. ദെൻ റവന്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, അല്ലേ? സെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദി ബിസിനസ്, കമ്പനിയുടെ ഔട്ട്ഫ്ലോയിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കമ്പനി ഇൻകർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ 5 എലമെൻറ്റ്സും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി അതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം? സോ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന റെക്കഗ്നീഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. റെക്കഗ്നീഷൻ മീൻസ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? അതിന് ചില ക്രൈറ്റീരിയ IASB പറയുന്നുണ്ട്. ഏതൊക്കെ ക്രൈറ്റീരിയയിലൂടെയാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എ റെക്കഗ്നീഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. സോ ഹിയർ റെക്കഗ്നീഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രിഹെൻസീവ് ഇൻകം. എവിടെയാണ് നമ്മളത് കാണിക്കേണ്ടത്? ഇൻകോർപ്പറേറ്റിംഗ്, നമ്മൾ എവിടെയാണത് അനലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഏത് സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ്, ഏത് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? റെക്കഗ്നീഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നീഷൻ ഓഫ് അസറ്റ്? എങ്ങനെയാണ് നമ്മൾ അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുക?
റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഡെഫിനീഷൻ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ അസറ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ എന്ന് നമ്മൾ ഡെഫിനേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇറ്റ് മീറ്റ്സ് ദ ഡെഫിനേഷൻ ഓഫ് IASB. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ആൻഡ് ദി സെക്കൻഡ് പോയിന്റ്, ദ ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനഫിറ്റ് ടു എൻറ്റിറ്റി ഈസ് പ്രോബബിൾ. എക്കണോമിക് ബെനഫിറ്റ് ഇൻഫ്ലോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദ കോസ്റ്റ് ഓർ വാല്യൂ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. ആ അസറ്റിൻ്റെ വാല്യൂ അതല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രൈറ്റീരിയ പറയുന്നത്. റെക്കഗ്നീഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ 3 പ്രിൻസിപ്പിൾസ് പറയുന്നത്. ആൻഡ് ദി ക്രൈറ്റീരിയ ഓഫ് ലയബിലിറ്റീസ് എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അതും ലയബിലിറ്റീസിൻ്റെ ഡെഫിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ആൻഡ് ദി സെക്കൻഡ് വൺ, ഔട്ട്ഫ്ലോ ഈസ് പ്രോബബിൾ. ഔട്ട്ഫ്ലോ ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ആൻഡ് ഓൾസോ വാല്യൂ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. ആ ലയബിലിറ്റീസിൻ്റെ വാല്യൂ, അതിൽ വരുന്ന ആ കോസ്റ്റ് എത്രയാണോ അതിൻ്റെ വാല്യൂ അത് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്യാം. ഈ 3 ക്രൈറ്റീരിയയാണ് ഈ ലയബിലിറ്റീസ് അനലൈസ് ചെയ്യാൻ, ലയബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 3 പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. റവന്യൂ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? എക്കണോമിക് ബെനഫിറ്റ്സ് ഇൻക്രീസസ് ആൻഡ് ദെർബൈ ഇക്വിറ്റി ഇൻക്രീസസ്. കമ്പനിയുടെ എക്കണോമിക് ബെനഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇക്വിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അസറ്റ്സ് ഇൻക്രീസ് ഓർ ലയബിലിറ്റി ഡിക്രീസ് ദാറ്റ് റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി കൂടുന്നതിനനുസരിച്ച് അസറ്റ് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതേപോലെ ലയബിലിറ്റിയിൽ ഡിക്രീസ് വന്നിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ദി എക്സ്പെൻസസ് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ? എക്സ്പെൻസസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കമ്പനിയിൽ ഔട്ട്ഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. സോ എക്കണോമിക് ബെനഫിറ്റ്സ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അസറ്റ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്താണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്, ഏതൊക്കെ ടൈപ്പാണ്, അതേപോലെ തന്നെ ആ എലമെൻറ്റ്സ് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളതാണ്. സോ കറക്റ്റായിട്ട് നോട്ട്സ് കീപ്പ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.